ഹായ് നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഫിലിം റിവ്യൂവിലേക്ക് സ്വാഗതം. ഷാജി പാപ്പാനും കൂട്ടുകാരും എത്തിയിരിക്കുകയാണ്. മലയാളികൾ ഏറെ കാത്തിരുന്ന ഷാജി പാപ്പൻ്റെയും ടീമിൻ്റെയും മൂന്നാം വരവാണ് ആട് 3 എന്ന പുതിയ ചിത്രം. ആട് 3 വൺ ലാസ്റ്റ് റൈഡ് പാർട്ട് 1 എന്നാണ് ഇതിൻ്റെ പേരിട്ടിരിക്കുന്നത്. 2026 മാർച്ച് 19 റിലീസ് ചെയ്ത ഈ ചിത്രത്തെക്കുറിച്ചുള്ള വിശദമായ റിവ്യൂവാണ്. കൂടാതെ ഭീഷ്മർ എന്ന ഒരു നല്ലൊരു പടവുമുണ്ട്, അതിനെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. ആദ്യം ആട് 3യെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മലയാള സിനിമയിലെ ഏറ്റവും ജനപ്രിയമായ ഒരു ഫിസിയാണ് ആട്. മിഥുൻ മാനുവൽ തോമസ്, ജയസൂര്യ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുമ്പോൾ പ്രതീക്ഷകൾ ആകാശത്തോളമായിരുന്നു. ഇത്തവണ വെറുമൊരു കോമഡി പടം എന്നതിലുപരി ഒരു ഫാൻറ്റസി ടൈം ട്രാവൽ പരീക്ഷണമായാണ് ചിത്രം എത്തിയിരിക്കുന്നത്. സ്റ്റോറി നോക്കുവാണെങ്കിൽ ഇത്തവണ കഥ നടക്കുന്നത് ഒരു കാലഘട്ടത്തിലല്ല. AD 1790 രാജഭരണകാലമാണ്. 2026 വർത്തമാനകാലം. കൂടാതെ AD 2370 2370 എന്നിങ്ങനെ 3 വ്യത്യസ്ത ടൈം ലൈനുകളിലൂടെയാണ് കഥ വികസിക്കുന്നത്. ഒരു അമാനുഷിക ശക്തിയുള്ള കല്ലിനെ, അതായത് സ്റ്റാർ ഡസ്റ്റിനെ തേടിയുള്ള യാത്രയാണ് 3 കാലഘട്ടങ്ങളെയും ബന്ധിപ്പിക്കുന്നത്. പാപ്പനും ടീമും ഇത്തവണ എത്തിപ്പെടുന്നത് ആഗോളതലത്തിലുള്ള ഒരു ഗൂഢാലോചനയിലേക്കാണ്. നിർമ്മാണവും സംവിധാനവും നോക്കുവാണെങ്കിൽ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ബാനറിൽ വിജയ് ബാബുവും കാവ്യ ഫിലിം കമ്പനിക്ക് വേണ്ടി വേണു കുന്നപ്പള്ളിയും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു പാൻ ഇന്ത്യ നിലവാരത്തിലുള്ള വിഷ്വൽസ് നൽകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് ഇത്തവണ വലിയൊരു റിസ്ക്കാണ് എടുത്തിരിക്കുന്നത്. സ്ലാപ്സ്റ്റിക് കോമഡിയെ ടൈം ട്രാവലുമായി കൂട്ടിയിണക്കിയപ്പോൾ കഥയുടെ ഗൗരവവും തമാശയും തമ്മിൽ ചിലയിടങ്ങളിൽ ചെറിയൊരു പൊരുത്തക്കേട് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ആട് പ്രേമികളെ തൃപ്തിപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അഭിനയത്തിൻ്റെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ ജയസൂര്യ ഷാജി പാപ്പൻ എന്ന മാസ് ലുക്കിലും 1700കളിലെ പത്മനാഭ തമ്പുരാൻ എന്ന രാജാവായും തകർത്താണ് അഭിനയിച്ചിരിക്കുന്നത്. ഡ്യൂഡ് എന്ന കഥാപാത്രത്തിൻ്റെ സ്ലാങ്ങും പുതിയ ടൈം ലൈനിലെ ആസാം ഖാൻ എന്ന റോളും വിനായകൻ ഗംഭീരമാക്കിയിട്ടുണ്ട്. മറ്റു താരങ്ങളെയൊക്കെ നോക്കുവാണെങ്കിൽ അറക്കിൽ അബുവായി സൈജു കുറുപ്പ്, ക്യാപ്റ്റൻ ക്ലീറ്റസായി ധർമ്മജൻ, സർബത്ത് ഷമീറായി വിജയ് ബാബു, സാത്താൻ സേവ്യറായി സണ്ണി വെയിൻ എന്നിവർ തങ്ങളുടെ ഐക്കോണിക് മാനറിസങ്ങളിലൂടെ ചിരിപ്പിക്കുന്നുണ്ട്. പുതിയതായി എത്തിയ അലയ ബോൺ ആക്ഷൻ രംഗങ്ങളിൽ ശ്രദ്ധേയമായിട്ടുണ്ട്. ഷാൻ റഹ്മാൻ്റെ BGMഉം ഡോൺ വിൻസെൻറ്റിൻ്റെ പശ്ചാത്തല സംഗീതവുമാണ് സിനിമയുടെ ഊർജം എന്ന് പറയുന്നത്. സുൽത്താൻ എന്ന ഗാനം ഇതിനോടകം തന്നെ ഹിറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് അഖിൽ ജോർജാണ്. അഖിൽ ജോർജിൻ്റെ ഛായാഗ്രഹണം എടുത്തു പറയേണ്ടതാണ്. 1700കളിലെ കേരളവും ആധുനിക കാലഘട്ടവും തമ്മിലുള്ള ദൃശ്യപരമായ വ്യത്യാസം വളരെ മനോഹരമായിട്ടാണ് പകർത്തിയിരിക്കുന്നത്. റേറ്റിംഗ് നോക്കുവാണെങ്കിൽ സിനിമയുടെ ദൈർഘ്യം ഏകദേശം 2 മണിക്കൂർ 47 മിനിറ്റാണ്. ചിലയിടങ്ങളിൽ ഇഴച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും പക്ക ഫൺ സർവീസ് മൂവി എന്ന നിലയിൽ ഇത് വിജയിച്ചിട്ടുണ്ട്. റേറ്റിംഗ് 3 ഔട്ട് ഓഫ് 5 ആണ് ഇതിന് പ്രേക്ഷകർ നൽകിയിരിക്കുന്നത്. ചുരുക്കത്തിൽ ലോജിക്ക് മാറ്റിവെച്ച് ഷാജി പാപ്പനെയും സംഘത്തെയും ഇഷ്ടപ്പെടുന്നവർക്കും ഫാൻറ്റസി സിനിമകൾ ആസ്വദിക്കുന്നവർക്കും ആട് 3 ഒരു നല്ല തിയേറ്റർ അനുഭവമായിരിക്കും. ഇതിൻ്റെ അടുത്ത പാർട്ട് 2വിനായുള്ള ഒരു വലിയ കാത്തിരിപ്പ് സിനിമ നൽകുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അടുത്തൊരു പടം ഭീഷ്മറാണ്. ഒരു പ്രണയ കോമഡി ത്രില്ലർ സിനിമയാണ് ഇത്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ സംവിധാനത്തിൽ ധ്യാൻ ശ്രീനിവാസനും വിഷ്ണു ഉണ്ണികൃഷ്ണനും ആദ്യമായി ഒന്നിക്കുന്ന ഭീഷ്മർ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. ഒരു മ്യൂസിക്കൽ റൊമാൻറ്റിക് ഫാമിലി ത്രില്ലർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പാലക്കാടിൻ്റെ പശ്ചാത്തലത്തിലാണ് സിനിമയുടെ കഥ നടക്കുന്നത്. മുരുകൻ എന്ന കഥാപാത്രം ധ്യാൻ ശ്രീനിവാസനാണ് ചെയ്തിരിക്കുന്നത്. ഒരു പച്ചക്കറി കടക്കാരൻ്റെ ജീവിതത്തിലൂടെയാണ് സിനിമ വികസിക്കുന്നത്. മുരുകൻ്റെ പഴയ കാമുകിയായ ഗൗരി, ദിവ്യ പിള്ളയാണ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു വിവാഹം കഴിച്ച് ജീവിക്കുകയാണ്. അവരുടെ ജീവിതത്തിലേക്ക് അരവിന്ദ് എന്നയാൾ, വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ആ യുവാവ് കടന്നു വരുന്നതും തുടർന്ന് ഒരു രാത്രിയിൽ സംഭവിക്കുന്ന ആകസ്മികമായ കാര്യങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം. പ്രണയവും നഷ്ടബോധവും കോമഡിയും കലർന്ന ഒരു മിശ്രിതമാണ് ഈ ചിത്രം. നിർമ്മാണവും സംവിധാനവും നോക്കുകയാണെങ്കിൽ നിർമ്മാണം ഈസ്റ്റ് കോസ്റ്റ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ ബാനറിൽ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ തന്നെയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്.
ഈസ്റ്റ് കോസ്റ്റ് വിജയൻ തൻ്റെ മുൻകാല ചിത്രങ്ങൾ, അതായത് കള്ളനും ഭഗവതിയും ചിത്തിനി എന്ന സിനിമകളുടെ ശൈലിയിൽ നിന്ന് മാറി ഒരു നൈറ്റ് മൂവി പരീക്ഷണത്തിനാണ് ഇവിടെ മുതിർന്നിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും സിനിമയുടെ അവതരണം പഴയകാല ആൽബങ്ങളുടെയോ സീരിയലുകളുടെയോ ആ നിലവാരത്തിലേക്ക് പോകുന്നത് ഒരു പോരായ്മയായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അഭിനയമൊക്കെ നോക്കുവാണെങ്കിൽ ധ്യാൻ ശ്രീനിവാസൻ മുരുകൻ എന്ന വേഷത്തിൽ പതിവ് പോലെ തന്നെ തമാശകളും മാസ് ഡയലോഗുകളുമായി നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ ചില വൈകാരിക രംഗങ്ങളിൽ ധ്യാനിൻ്റെ പ്രകടനം അല്പം തളർച്ച പ്രകടിപ്പിക്കുന്നുണ്ട്. അരവിന്ദ് എന്ന കഥാപാത്രത്തെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്. സിനിമയുടെ രണ്ടാം പകുതിയിൽ വിഷ്ണുവിൻ്റെ പ്രകടനത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. മറ്റു താരങ്ങൾ ദിവ്യ പിള്ളയുടെ ഗൗരി എന്ന കഥാപാത്രം മികച്ചതായിരുന്നു. അമീറ ഗോസ്വാമി, ഇന്ദ്രൻസ്, സുധി കോപ്പ, സെന്തിൽ കൃഷ്ണ എന്നിവരും തങ്ങളുടെ വേഷങ്ങൾ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇന്ദ്രൻസിൻ്റെ പ്രകടനം സിനിമയ്ക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെ നൽകുന്നുണ്ട്. സംഗീതവും ക്യാമറയും നോക്കുവാണെങ്കിൽ സംഗീതം രഞ്ജിൻ രാജാണ് നിർവഹിച്ചിരിക്കുന്നത്. ഈസ്റ്റ് കോസ്റ്റ് സിനിമകളിൽ എപ്പോഴും സംഗീതത്തിന് പ്രാധാന്യം ഉണ്ടാകാറുണ്ട്. ഇതിലെ ഗാനങ്ങൾ, പ്രത്യേകിച്ച് പാൽനീല പുഞ്ചിരിയുടെ റീമിക്സ് വളരെ മനോഹരമാണ്. രതീഷ് റാമിൻ്റെ ദൃശ്യങ്ങൾ പാലക്കാടിൻ്റെ ഭംഗിയും രാത്രികാല സീനുകളും വളരെ കൃത്യമായി തന്നെ പകർത്തിയിട്ടുണ്ട്. വിഷ്വൽസ് സിനിമയുടെ ഒരു വലിയ പോസിറ്റീവാണ്. ഇതിന് ടോട്ടൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് രഞ്ജിൻ രാജിൻ്റെ സംഗീതമുണ്ട്, പാലക്കാടൻ ലൊക്കേഷനുകളുണ്ട്, ക്ലൈമാക്സിൽ ചെറിയ ചെറിയ ട്വിസ്റ്റുകളുണ്ട്. ഇതിൻ്റെ നെഗറ്റീവ്സ് നോക്കുകയാണെങ്കിൽ കാലഹരണപ്പെട്ട തിരക്കഥ, ചിലയിടങ്ങളിൽ അനുഭവപ്പെടുന്ന ഇഴച്ചിൽ, നിർബന്ധപൂർവമുള്ള കോമഡികൾ എന്നിവയാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ്സ് എന്ന് പറയുന്നത്. റേറ്റിംഗ് നോക്കുവാണെങ്കിൽ ഒരു ശരാശരി ഫാമിലി എൻ്റർടൈനർ എന്ന നിലയിൽ ഈ സിനിമയെ കാണാവുന്നതാണ്. വലിയ പ്രതീക്ഷകളില്ലാതെ പോകുന്നവർക്കും ധ്യാൻ ശ്രീനിവാസൻ ആരാധകർക്കും ചിത്രം ആസ്വദിക്കാം. റേറ്റിംഗ് കിട്ടിയിരിക്കുന്നത് 2.5 ഔട്ട് ഓഫ് 5 ആണ് പ്രേക്ഷകർ ഇതിന് നൽകിയിരിക്കുന്നത്. ചുരുക്കത്തിൽ പഴയകാല പ്രണയകഥകളുടെയും ആധുനിക കാലത്തെ കോമഡി ത്രില്ലറുകളുടെയും ഒരു സങ്കര ഇനമാണ് ഭീഷ്മർ. തിയേറ്ററുകളിൽ ഒരു വട്ടം കണ്ടിരിക്കാവുന്ന ഒരു ചിത്രമാണിത്. നിങ്ങളേതായാലും ആട് 3 ആണോ ആസ്വദിച്ചത്, അതോ ഭീഷ്മറാണോ, അതോ ഏത് സിനിമയാണ് ഇതിൽ കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തയാഴ്ച പുതിയ സിനിമാ വിശേഷങ്ങളുമായി കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.